പിന്നെ പേപ്പർ ഗോൾഡിന് വേറൊരു പ്രശ്നമുണ്ട്. ഈ പേപ്പർ ഗോൾഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ ഗോൾഡിന് തുല്യമായ സ്വർണം അവിടെ വെച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും മനസ്സിലായത് ഇത് 1:1 അനുപാതത്തിലല്ല വെച്ചേക്കണേ. ഒരിക്കൽ സെർച്ച് ചെയ്തപ്പോഴത്തേനും 1:600 റേഷ്യോ ആണ് കാണിച്ചത്. പിന്നെ കാണിച്ചത് 1:200. അതായത് 1 കിലോ ശരിക്കുള്ള സ്വർണം വെച്ചിട്ട് അവര് 200 300 ഒക്കെ കിലോയ്ക്കുള്ള പേപ്പർ ഗോൾഡ് വിൽക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഈ പേപ്പർ ഗോൾഡ് പകരം ശരിക്കുള്ള ഗോൾഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടുണ്ടാവില്ലേ, പ്രത്യേകിച്ച് തൃശ്ശൂര് ഈ കുറുക്കമ്പനി പൊട്ടുന്ന പരിപാടിയുണ്ട്. ഈ നിക്ഷേപകരുടെ പൈസ പലിശക്ക് കൊടുത്തിട്ടാണ് ഈ ബിസിനസ് ഓടുന്നത്. ഈ പലിശക്ക് എടുത്തവര് ആ കാലാവധി കഴിയുമ്പോഴല്ലേ പൈസ തിരിച്ചു തരുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഈ നിക്ഷേപകർ എല്ലാവരും കൂടെ ചോദിക്കുമ്പോഴത്തേനും പൈസ കൊടുക്കാൻ പറ്റില്ല, അന്നേരം ബാങ്ക് വിളിയും. അതേപോലത്തെ ഒരു സംഭവം ഈ പേപ്പർ ഗോൾഡിന്റെ കേസിൽ വരാൻ സാധ്യതയില്ല. പക്ഷെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിൽ തുല്യമായിട്ടുള്ള സ്വർണ്ണം ഉണ്ടാവില്ല. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും തുല്യമായ അളവിലുള്ള സ്വർണ്ണം വെക്കുന്നില്ല എന്നാണ് ഗൂഗിൾ പറയണത്. ഇതിന്റെ RBIയുടെ സൈറ്റിൽ കയറി നോക്കിയത്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗരേഖയൊന്നും കണ്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കമന്റ് ഇവിടെ എഴുതുക.